വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ. അതായത് ഡയറ്റ് ഉള്ളപ്പോഴും ഡയറ്റ് ഇല്ലാത്തപ്പോഴും എപ്പോഴും നമുക്ക് ഒരു എന്തെങ്കിലും പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാൻ തോന്നുമ്പോൾ ഉള്ള ഒരു ക്രേവിംഗ് ഒക്കെ അടക്കാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. അതായത് കൊത്ത് ചപ്പാത്തി. നമ്മുടെ ഈ കടയിലൊക്കെ കിട്ടുന്ന കൊത്ത് പൊറോട്ട ഇല്ല, അതായത് അതിൽ അവർ പൊറോട്ട കുച്ചു 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 ആക്കി ഇടുന്നു, പക്ഷെ നമ്മൾ ഇതിൽ ചപ്പാത്തി കുച്ചു കുച്ചു ആക്കി ഇടുന്നു. അപ്പോൾ ഇത് നമ്മളൊരു ഡയറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്കല്ലാതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. വെജിറ്റബിൾസ് എല്ലാം വരുന്നുണ്ട്, പ്രോട്ടീൻ എല്ലാം ഉണ്ട്. അപ്പം നല്ലതാണ് കേട്ടോ. ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് കൊത്തി ചപ്പാത്തി. കാരണം കൊത്തി പൊറോട്ടയായിരുന്നു ഏറ്റവും ഇഷ്ടം, പക്ഷെ അതിപ്പോൾ പൊറോട്ട തീറ്റ നമ്മൾ നിർത്തിയത് കൊണ്ട് ഇപ്പോൾ അത് കൊത്തി ചപ്പാത്തിയായി മാറി. പക്ഷെ ടേസ്റ്റ് എല്ലാം അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് കൊത്തി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് വ്ളോഗാക്കി എടുക്കാം, കാരണം കുറച്ച് ഹെൽത്തിയുമാണ്. അതിപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ കൊത്തു പൊറോട്ട കഴിക്കണം തോന്നുമ്പോൾ നമുക്കൊന്ന് കൺട്രോൾ ചെയ്തിട്ട് കൊത്തു ചപ്പാത്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കാരണം ചപ്പാത്തിയൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഒരു 2 എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം കൊത്തു ചപ്പാത്തിയുടെ ഒരു സിമ്പിൾ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കൊത്തു ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഞാൻ അരിയുന്ന ഒരു തിരക്കിലായിരുന്നു. ഇത് ഞാൻ തന്നെ അരിഞ്ഞത് കൊണ്ട് പല പല ഷേപ്പിലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് അരിയണം, നല്ല ഷേപ്പിൽ വേണം എന്നുണ്ടെങ്കിൽ അതേപോലെ അരിയണം കേട്ടോ. അങ്ങനെ നമ്മൾ ഏത് ഷേപ്പിൽ കഴിക്കുന്നുള്ളത് നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. പിന്നെ ഭംഗിയൊക്കെ ആഗ്രഹമുള്ളവർ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിലൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. എനിക്കങ്ങനെ ഷേപ്പിൽ അരിയാനുള്ള എക്സ്പെർട്ട് ചെയ്യാനായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വീട്ടിലുള്ള പച്ചക്കറികളെല്ലാം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ക്യാബേജ്, ക്യാരറ്റ്, സവോള എല്ലാം ഇച്ചിരി ഇച്ചിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ചപ്പാത്തി പച്ചക്കറിയും ചിക്കനും എല്ലാം കൂടെ എന്തെങ്കിലും ഇതൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പൊ ഇവിടെ അധികം ആരും കഴിക്കില്ല, എന്റെയാണ് ഫേവറേറ്റ്. അപ്പൊ ഞാനാണ് കൂടുതൽ കഴിക്കുള്ളൂ, അതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കാനുള്ള. പിന്നെ പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ചിലവർക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിടുക, ചറപ്പറ എടുത്തിടുക. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പച്ചക്കറികളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പണ്ടും വീട്ടിൽ മാഗി ഒക്കെ തരുന്നത് ഇതുപോലെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയായിരുന്നു. കൂടുതൽ പച്ചക്കറി ഇട്ടിട്ട് കുറച്ച് മാഗി ഇട്ടൊക്കെ ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് ചപ്പാത്തി, ചിക്കൻ, മുട്ടയൊക്കെ വരാനുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് വഴട്ടി സുന്ദരിയാക്കി എടുക്കാം. എന്നിട്ട് ബാക്കി നമ്മുടെ പ്രോസസ്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ തുടങ്ങാല്ലേ. നമുക്കിനി ഇപ്പോൾ ഇരുന്നുള്ള വിശ്രമമൊക്കെ കഴിഞ്ഞ് നമുക്കിനി എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാം. എണ്ണ ഒഴിക്കാം. ഇത് വഴണ്ട് വരാനുള്ളൊരു എണ്ണ. പിന്നെ ഈ പാനായത് നമുക്ക് ഒരുപാട് എണ്ണ ആവശ്യം വരുന്നില്ല. പക്ഷെ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ഇട്ട് ചൂടായി വന്നിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം സവാള, പിന്നെ ഇത് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് ഇതാണ് എൻ്റെ എണ്ണ ചെറുതായി ചൂടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സവാള ആദ്യം ഇട്ട് കൊടുക്കുക. അത് കുറച്ച് വഴറ്റി വരാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ എന്നിട്ട് ബാക്കി നമ്മൾ ഈ പച്ചക്കറികളെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സവോള ഇട്ടു. ഇനി അതിനൊന്ന് വഴറ്റി കൊടുത്തിട്ട് തവി മാറിപ്പോയി ഗൈസ്, അതൊരു തെറ്റാണ്. ഇതൊന്ന് വഴണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവോള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി പച്ചക്കറികളിടാം. ക്യാബേജ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഒക്കെ ഇട്ട് സെറ്റാക്കാം. ക്യാരറ്റ്, പച്ചമുളക് ഇട്ടേക്കടമേ. ലീവ്സ് കറിവേപ്പിലേക്ക് ഇപ്പിടണോ? ഓക്കെ. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം ഞാൻ ഈ പ്ലേറ്റിലുള്ള എല്ലാം അങ്ങോട്ട് തട്ടുകയാണ് ഗൈസ്. കാരണം ടേസ്റ്റ് ഒക്കെ എല്ലാത്തിലും തരട്ടെ. ഓക്കെ, ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം, ഇളക്കി കൊടുക്കും. എന്നിട്ട് വഴണ്ട് വരട്ടെ. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമ്മാ കുനുകുന അരിഞ്ഞതും കൂടി ഇടുന്നുള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അമ്മ അവിടെ എടുക്കുന്നേ ഉള്ളൂ. അതും കൂടി നമുക്ക് ഇതിന്റെ കൂടി ഇട്ടിട്ടൊന്ന് എന്തായാലും ഈ സാധനങ്ങളെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ട് നമുക്ക് വരാം. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി കുനുകുന
ഇതെല്ലാം ഇനി ഒന്ന് വഴറ്റിയേക്കാം. ഉപ്പ് ഇതാണ് നമ്മളിട്ട പച്ചക്കറികൾ. കുറച്ച് ഉപ്പ് ഇട്ടു. കുറച്ചുകൂടെ എണ്ണ വേണ്ടേ? ഇതിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഡയറ്റ് അങ്ങനെ പക്കാ ഫോളോ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടും കുക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ അവരവരുടെ ഓപ്ഷൻസ്. പക്ഷെ ഞാനുണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇനി ഇതൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ ഗൈസ്. ബൈ. ഇത് നമ്മുടെ വഴറ്റാൻ വെച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഗുമ്മായി വന്നിട്ടുണ്ട്. അത് അവിടെ ചപ്പാത്തി അമ്മ ചുടുന്നുണ്ട്. നല്ല ചൂടോട് തന്നെ ചപ്പാത്തി അങ്ങോട്ട് പോരട്ടെ. ഇനിയിപ്പോൾ ഇതിൽ മസാലാസൊക്കെ ഇട്ട് നമുക്കൊന്ന് വഴറ്റാനുണ്ട് കേട്ടോ. നമ്മളിന്ന് പച്ചക്കറി ചുമ്മാ വഴറ്റിയതേ ഉള്ളൂ. ആ കൂടെ തന്നെ ചപ്പാത്തി പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി എന്താന്ന് നോക്കാം. അപ്പോൾ ഇത് ചപ്പാത്തി റെഡി ആയിട്ടോ. ഇത് ആക്ച്വലി നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പം കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ ചപ്പാത്തി കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോൾ ചപ്പാത്തി അല്ലാതെ വേറൊരു വെറൈറ്റി ഡിഷ് ആവുകയും ചെയ്യും. അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ പ്രോസസ്സ് എല്ലാം ആയി. കാരണം നമ്മുടെ മസാല ഇങ്ങനെ വഴറ്റിയാക്കി ചപ്പാത്തിയാക്കി. ഇപ്പോൾ ചിക്കനും മുട്ടയും കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളൂ. അപ്പം നമുക്ക് ബാക്കി നോക്കാം. നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ഈ കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഗരം മസാല ഉണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകം, മഞ്ഞപ്പൊടി, ചില്ലി ഫ്ലേക്സ്, അങ്ങനെ എല്ലാം കൂടി ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ എടുക്കുന്ന ചപ്പാത്തിയുടെയും നമ്മൾ എടുക്കുന്ന മറ്റേ വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവിൽ വേണം ഈ സാധനങ്ങൾ എടുക്കാൻ. അപ്പോൾ ഇപ്പം നമ്മളെല്ലാം കുറച്ചായതുകൊണ്ട് എല്ലാം കുറച്ച് അളവിൽ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതും കൂടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇതൊരു മസാല പരുവത്തിൽ ആക്കിയെടുക്കാം. ഈ പൊടിയുടെ ഇതെല്ലാം അതിൽ പിടിച്ച് ഒന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. ഈ കറിവേപ്പിലേക്ക് എന്താ ഇത്ര ഇട്ടിരിക്കണമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിൽ കറിവേപ്പില എനിക്ക് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര അളവൊക്കെ ഇട്ടിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പില ഇഷ്ടമെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാം കേട്ടോ. തലയിലേക്ക് നമ്മൾ കുറച്ച് ചൂട് വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണ്. അതൊരു തെരളം പരുവത്തിന് കിട്ടാനായിട്ട്. ചിലപ്പം ഇതിൻ്റെ പുറത്തുനിന്നുള്ള ഒച്ചകളൊക്കെ നിങ്ങളെ വളരെയധികം ബാധിക്കുന്നുണ്ടാവും. കാരണം ഇവിടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ മാക്സിമം വോയിസ് ഇട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ഈ ഒരു മസാല ഇങ്ങനെ ഒരു പരുവത്തിലാക്കിയെടുത്തു. കാരണം പൊടിയുടെ ആ ഒരു ഇത് മാറിയിട്ട് ഒരു കുറച്ച് വെള്ളമയം പോലെ. കാരണം നമുക്കിനി ചപ്പാത്തിയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ കൊത്തു ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും മുട്ടയും കൂടെയാണ് കേട്ടോ. അതായത് ചിക്കൻ കുനുകുനായ വേവിച്ച് നമ്മൾ ഇട്ടതും. വേവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടത് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മാത്രം ഇട്ട് നമ്മളൊന്ന് ഒരു ചെറിയ ഫ്രൈ ആക്കി എടുത്തിട്ട് അതിനെ പിച്ചുപിച്ചാ ഇട്ടതാണ്. പിന്നെ മുട്ടയും അതുപോലെ ചിക്കി ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കുനുകുന ആക്കി വെച്ചിട്ടുണ്ട്. കാരണം കൊത്തു ചപ്പാത്തിയിൽ കൊത്തു പൊറോട്ടയിലൊക്കെ അങ്ങനെയാണല്ലോ എപ്പോഴും കിടക്കുക. പിന്നെ കൊത്തു പൊറോട്ടയിലൊക്കെ എപ്പോഴും ഈ ചിക്കൻ അവർ മറ്റേ ഈ തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കിയിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലാസ് ഒന്നും അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇട്ടിട്ടുള്ളത് ആകെ ഈ ഒരു 3 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ തവണ തൊട്ടാണ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ മസാലാസ് ഒന്നും ഇടാതെ ഇത് 3 മാത്രം വെച്ചിട്ട് നോക്കിയപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. കാരണം വലിയ മസാല ചോവ ഇല്ലതാനും അന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയുടെ ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത ചിക്കൻ ഫ്രൈ ആണിത്. പിന്നെ മുട്ടയും. ഇനിയിപ്പോ ഇതും കൂടെ നമ്മൾ ആ മസാലയിലേക്ക് ഇടണം. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ചപ്പാത്തി വട്ടത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ റോളല്ലേ ആക്കാൻ പറ്റുള്ളൂ. നമുക്കിനി ചപ്പാത്തിനെ കുനുകുന അരിയണം. അതും ഒരു അടുത്ത ടാസ്ക്കാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് ഇനിയുള്ള ടാസ്ക്. ഇതേ നമ്മുടെ ചപ്പാത്തിയെ കുനുകുന അരിഞ്ഞോണ്ടിരിക്കണം കേട്ടോ അമ്മ. ചെറുതായിട്ടൊന്ന് റോൾ ആക്കിയിട്ട് അങ്ങനെ തന്നെ ചെയ്തു. കാരണം ഇത് നമുക്ക് വലിയ കടയിൽ കിട്ടുന്ന പോലത്തെ വലിയ ചപ്പാത്തി അല്ലാത്തതുകൊണ്ട് കുഞ്ഞാക്കി ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു കുട്ടി കുട്ടി റോൾസ് പോലെ ഉണ്ട്. ഇതിനെ നമ്മൾ നിവർത്തുമ്പോൾ മറ്റേ പോലെ തന്നെ കിട്ടും കേട്ടോ. ചെറിയ ചെറിയ പീസ് പോലെ തന്നെ നടക്കും. പിന്നെ ഇതിന് വഴറ്റി കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടി ചുങ്ങും. അപ്പം ഇങ്ങനെ എല്ലാം ആക്കിയെടുക്കട്ടെ കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാ ചപ്പാത്തിനെയാണ് ആക്കിയെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു 3-4 ചപ്പാത്തി ആയിരിക്കും എടുക്കണ്ടാവുക. ഇനി നമുക്ക് ഇട്ടിട്ട് ചപ്പാത്തി കുറവാണെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഒരു 2 ചപ്പാത്തിയും കൂടെയൊക്കെ എക്സ്ട്രാ ഇട്ടെന്നിരിക്കും. അങ്ങനെ ഇന്ന കണക്കൊന്നുമില്ല കേട്ടോ. അപ്പം ചപ്പാത്തിനെ എല്ലാം ഇതുപോലെ ആക്കിയിട്ട് വരാം. റോൾ ആക്കിയതുകൊണ്ട് അതുപോലെ അമ്മയുടെ ഐഡിയയിൽ വേറൊരു രീതിയിൽ അരിയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഡയമണ്ട് കട്ട് രീതിയിൽ അരിഞ്ഞോണ്ടിരിക്കുന്നതും ഉണ്ട്. ഇതിപ്പോൾ ഇതിൽ ഏതാവുന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് തിന്നാനാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പല രീതിയിൽ ഇനിയിപ്പോൾ ഇത് വലുതായിട്ട് കിടന്നാലോ, ഈ റോളായിട്ട് അരിഞ്ഞത് വലുതായിട്ട് കിടന്നാലോ എന്ന് ഓർത്തുകൊണ്ട് അതിനൊന്നും കൂടെ കുഞ്ഞാക്കുകയാണ് ഗൈസ്. അപ്പം ഇങ്ങനെ ചപ്പാത്തിയെല്ലാം നമുക്ക് ആക്കി എടുത്തിട്ട് വരാം. ഇനി ആ മസാലയിലേക്ക് നമ്മുടെ ചിക്കനും മുട്ടയും ഇടുകയാണ് കേട്ടോ.
കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മസാല എല്ലാം കൂടെ എല്ലാത്തിലും പിടിക്കാൻ പരുവത്തിന് വേണ്ടി. മറ്റേത് ഡ്രൈ ആയിട്ടല്ലേ ഇരുന്നത്. അപ്പോൾ ഇത് കുറച്ച് മസാല പിടിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കൊത്തി കൊത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തീനെയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കൊത്തി ചപ്പാത്തി റെഡി. അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ട് വരാട്ടോ. എല്ലാ മസാലാസും പിടിച്ചു വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചപ്പാത്തി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുതിർന്ന് വരും കേട്ടോ. അതിൻ്റെ മസാലാസ് എല്ലാം പിടിച്ചു വരുന്നു. ആ ഉണ്ടായിരുന്ന ചപ്പാത്തിയുടെ ഹാർഡ്നെസ് ഒക്കെ മാറിയിട്ട് അതുമായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് സെറ്റ് ആകും. അപ്പം അതുവരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് മസാല എല്ലാത്തിലും പിടിക്കണമല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മുടെ കൊത്തു ചപ്പാത്തിയുടെ റെഡിയായി. എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ വെറൈറ്റി ആയിട്ട്, നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എനിക്ക് ഇഷ്ടം കൊത്തു പൊറോട്ടയായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഡയറ്റൊക്കെ തുടങ്ങിയപ്പോൾ പൊറോട്ടയിൽ നിന്ന് മാറി ചപ്പാത്തി ആയി എന്ന് മാത്രം. പിന്നെ ചില വീഡിയോസിൽ മേ ബി പുറത്തുനിന്നുള്ള നോയ്സൊക്കെ അധികമായിട്ടുണ്ടാകാം. അതിവിടെ പുറത്ത് പണി നടക്കുന്നത് കൊണ്ടാണ്. എന്നാലും ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം വോയിസ് ഓവറൊക്കെ ആക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൊത്തി ചപ്പാത്തിയൊക്കെ നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സാധനം ഉണ്ടാക്കിയിട്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ട് അത് കഴിച്ചു നോക്കിയില്ല ഭയങ്കര അമ്മളത്താവില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മസാലയുടെ ടേസ്റ്റും ചിക്കൻ്റെയും മുട്ടയുടെയും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആഗ്രഹം പോലെ കറിവേപ്പിലയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനി ആസ്വദിച്ചിരുന്ന് കഴിക്കട്ടെ. നിങ്ങൾക്കും വീട്ടിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യാം. ഇപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാനും ഇതിനു മുമ്പ് ഡയറ്റൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരെനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുഡും കൂടി ആയിരുന്നു കേട്ടോ ഇത്. നമുക്കിത് ലഞ്ചായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ റെസിപ്പീസും ആക്ച്വലി എനിക്കാണ് നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് അയച്ചു തരുമല്ലോ. അപ്പം അങ്ങനെ അവർ അയച്ചു തന്നൊരു റെസിപ്പി തന്നെയാണ് ഇങ്ങനെ കൊത്തു ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.